ദീർഘനാളായി അനിശ്ചിതത്വം തുടരുന്ന ഇറാൻ-US നയതന്ത്ര ചർച്ചകൾ ഒടുവിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി ഇരുവിഭാഗവും സൂചന നൽകി. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിനോട് ഇരു രാജ്യങ്ങളും വളരെ അടുത്തെത്തിയിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും ചർച്ചാ പ്രതിനിധിയുമായ ഇസ്മായിൽ ബഖായും ഒരേ സമയം വ്യക്തമാക്കി. തങ്ങളൊരു ധാരണാപത്രത്തിന്റെ അന്തിമഘട്ടത്തിലാണെന്നും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇസ്മായിൽ ബഖായി അറിയിച്ചു. CBS ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ട്രംപും ചർച്ചകൾ ഓരോ ദിവസവും മെച്ചപ്പെടുന്നുണ്ടെന്ന് സമ്മതിച്ചെങ്കിലും കടുത്ത മുന്നറിയിപ്പും ഇറാന് നൽകിയിട്ടുണ്ട്. ഈ കരാർ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ അത് ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി തടയുന്നതും അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ന് തൃപ്തികരമായ രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നതുമായിരിക്കും. അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു കരാറിൽ മാത്രമേ ഒപ്പുവയ്ക്കൂ എന്ന് വ്യക്തമാക്കിയ ട്രംപ്, കരാർ അന്തിമമായില്ലെങ്കിൽ ടെഹ്റാനെതിരെ വീണ്ടും കടുത്ത സൈനിക നടപടി ആരംഭിക്കണമോ എന്ന കാര്യത്തിൽ ഞായറാഴ്ചയോടെ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഇന്നലെ പറഞ്ഞു. ഒന്നെങ്കിൽ നമ്മൾ ഒരു നല്ല കരാറിലെത്തും, അല്ലെങ്കിൽ ഞാൻ അവരെ 1000 നരകങ്ങളിലേക്ക് തകർത്തെറിയും എന്നായിരുന്നു ട്രംപിന്റെ കടുത്ത നിലപാട്. ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരുമായി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി ടെഹ്റാനിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് ചർച്ചകളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതി ദൃശ്യമായത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയം തടസ്സമില്ലാതെ തുടരുക എന്നതായിരുന്നു പാക് പ്രതിനിധിയുടെ ടെഹ്റാൻ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും മധ്യസ്ഥനെന്ന നിലയിൽ പാകിസ്ഥാൻ വലിയ പങ്കാണ് വഹിച്ചതെന്നും ഇറാൻ വക്താവ് വ്യക്തമാക്കി. കരാർ ഔദ്യോഗികമായി ഒപ്പിട്ടിട്ടില്ലെങ്കിലും അന്തിമ ധാരണയിലേക്ക് എത്തുന്നതിൽ പ്രോത്സാഹജനകമായ പുരോഗതിയുണ്ടെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. US എംബസിയിലെ ഔദ്യോഗിക വിരുന്നിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ താൻ സംസാരിക്കുമ്പോൾ പോലും ഇതിനായുള്ള ചില പ്രവർത്തനങ്ങൾ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ടെന്നും നാളെ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ കരാർ സംബന്ധിച്ച ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നും അദ്ദേഹം സൂചന നൽകി. എന്നാൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഏതെങ്കിലും ഒരു വഴിക്ക് എത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും റൂബിയോ ഓർമ്മിപ്പിച്ചു. ചർച്ചകളുടെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിച്ച ഇസ്മായിൽ ഖബായി തങ്ങൾ ഒരു കരാറിന് ഒരേ സമയം വളരെ ദൂരെയും എന്നാൽ വളരെ അടുത്തും എത്തിയിരിക്കുകയാണെന്ന് വിലയിരുത്തി. അമേരിക്ക പലതവണ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ പ്രകടിപ്പിച്ചതിനാൽ അവരുടെ സമീപനം മാറില്ലെന്ന് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഇരു കക്ഷികളുടെയും കാഴ്ചപ്പാടുകൾ കൂടുതൽ അടുക്കുന്ന പ്രവണതയുണ്ട്. വലിയ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്വീകാര്യമായ ഒരു പരിഹാരത്തിലെത്താൻ ഇരുപക്ഷത്തിനും സാധിക്കും. ഇറാന്റെ 14 നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. ആദ്യപടിയായി അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിക്കുക, വിദേശ ബാങ്കുകളിൽ തടഞ്ഞുവെച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുക, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നിവയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.